സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് പല ബി.ജെ.പി. നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രസ്താവന നടത്തിയതാണല്ലോ. അതിലൊരു കഴമ്പുമില്ല എന്ന് പ്രശാന്ത് വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ബി.ജെ.പിയുടെ കേന്ദ്ര കമ്മിറ്റിയാണ്. ബി.ജെ.പിയുടെ കേന്ദ്ര ഘടകത്തിന് ഒരു വീഴ്ച ഒരിക്കലും സംഭവിക്കില്ല. ഇവിടെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പല ആളുകളോടും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. പല മാനദണ്ഡങ്ങളും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുള്ളത്. പിന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായി മത്സരിക്കുവാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അദ്ദേഹം അത് അനുസരിച്ചു. പാർട്ടി തീരുമാനപ്രകാരം അദ്ദേഹം മത്സരിക്കുവാൻ തയ്യാറായി. പിന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് ബി.ജെ.പിയുടെ ദേശീയ ഘടകം വളരെ വ്യക്തമായി തന്നെ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ഇതേ സ്ഥാനാർത്ഥി 2000 ആദ്യമായി മത്സരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം മത്സരിക്കുന്ന വാർഡ് CPM-ൻ്റെ കോട്ടയായിരുന്നു. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന വാർഡാണ്. അതുപോലെ തന്നെ മുൻ MP ആയിരുന്ന NN കൃഷ്ണദാസിൻ്റെ വാർഡായിരുന്നു. അവിടെ മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുള്ള ആളാണ്. 2016 മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെ പോയി മത്സരിച്ച് 10,000-ൽ താഴെ ഉണ്ടായിരുന്ന 5,000-നടുത്ത് വോട്ടുണ്ടായിരുന്ന ബി.ജെ.പിയുടെ വോട്ട് ഷെയർ 50,000-നടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തന മികവല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് അത് മാത്രം വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കില്ല.